ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 8. പരമപദപ്രാപ്തി. ശ്ലോകം 25, പേജ് നമ്പർ 459. ധൂമോ രാത്രിസ്തഥാ കൃഷ്ണഃ ഷണ്മാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിർയോഗി പ്രാപ്യ നിവർത്തതി. പദാനുപദം. ധൂമഃ ധൂമം പുക, രാത്രിഃ രാത്രി, തഥാ അപ്രകാരം, കൃഷ്ണഃ കൃഷ്ണപക്ഷം കറുത്ത പക്ഷം, ദക്ഷിണായനം ദക്ഷിണായനമായ സൂര്യൻ ദക്ഷിണായനത്തിലായിരിക്കുമ്പോൾ, ഷണ്മാസാഃ 6 മാസങ്ങൾ, തത്ര ഈ കാലത്തിൽ, ചാന്ദ്രമാസം ചന്ദ്രമണ്ഡലത്തെ സംബന്ധിച്ച, ജ്യോതിഃ ജ്യോതിസിനെ, പ്രാപ്യ പ്രാപിച്ചിട്ട്, യോഗി നിവർത്തതേ തിരിച്ചു വരുന്നു. വിവർത്തനം. ധൂമസാന്നിധ്യം രാത്രി, കൃഷ്ണപക്ഷം, ദക്ഷിണായനം എന്നീ സമയങ്ങളിൽ മരിക്കുന്ന യോഗി ചന്ദ്രലോകം പോകുന്നു. അയാൾ വീണ്ടും ഭൂമിയിൽ ജനിക്കും. ഭാവാർത്ഥം. ഭാഗവതം 3-ാം അധ്യായത്തിൽ കപിലമുനി പറയുന്നുണ്ട്, ഭൂമിയിൽ വെച്ച് ഫലോദിഷ്ട കർമ്മങ്ങളും യജ്ഞക്രിയകളും അനുഷ്ഠിക്കുന്നവർ മരിച്ച് ചന്ദ്രലോകത്തിലെത്തുന്നുവെന്ന്. ഈ മഹാത്മാക്കൾ ദേവഗണിതപ്രകാരം ഏതാണ്ട് 10,000 വർഷങ്ങൾ ചന്ദ്രനിൽ ജീവിക്കുകയും സോമരസമാസ്വദിച്ചാനന്ദിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് യഥാകാലം ഭൂമിയിലേക്ക് തിരിച്ചു വരും. ചന്ദ്രനിൽ കൂടുതൽ ഉത്കൃഷ്ടരായ ജീവാത്മാക്കളുണ്ടെന്ന് ഇതിൽ നിന്നനുമാനിക്കാം. സ്ഥൂലേന്ദ്രിയങ്ങളാൽ അവരെ കാണാൻ കഴിയില്ലെന്നേയുള്ളൂ. ഹരേ കൃഷ്ണ.